രാത്രി 11 മണി. മഴ പെയ്ത് നനഞ്ഞ ആ പഴയ പട്ടണത്തിന്റെ തെരുവുകൾ മുഴുവൻ ശൂന്യം. ആർക്കൈവ് ഓഫീസ് എന്ന് വിളിക്കുന്ന ഒരു പഴയ ബാങ്ക് ബിൽഡിങ്ങിൽ പുതിയൊരു സെക്യൂരിറ്റി ഗാർഡ് ജോലിയിൽ ചേർന്നിരുന്നു സുനിൽ. ശാന്തനായ ഒരാളായിരുന്നു അയാൾ. പക്ഷെ ആ രാത്രി ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു രാത്രിയായിരുന്നു. മഴയ്ക്ക് പതിവിൽ കൂടുതൽ ശക്തി. സുനിൽ ക്യാമറ സ്ക്രീനിൽ നോക്കിയപ്പോൾ എന്തോ ഒരു അനക്കം. ആരുമില്ലാത്ത മുറിയിൽ ആരോ നടന്നു പോകുന്നു. സുനിൽ അത്ഭുതത്തോടെ നോക്കി. ക്യാമറയിലെ സമയം 12:05. തന്റെ വാച്ചിൽ 11:50. എന്തോ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം മുൻകൂട്ടി കണ്ടതുപോലെ തോന്നി അയാൾക്ക്. സുനിൽ ആർക്കൈവ് മുറി തുറന്നു നോക്കിയപ്പോൾ ആരുമില്ല. പക്ഷേ നിലത്ത് വീണ് കിടക്കുന്ന പഴയ ഫയൽ അത് തുറന്നപ്പോൾ കേസ് നമ്പർ 302/2010 അനാഥാശ്രമ കൊലപാതകം. പേജുകൾ മുഴുവൻ നനഞ്ഞിരിക്കുന്നു. ഒരു പേജിൽ രക്തത്തിന്റെ പാടുകൾ. അതിനു മുകളിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നീയും എൻ്റെ ഫയലിൽ ഇടം നേടും. സുനിൽ വിറച്ചു. അയാൾ ക്യാമറ റൂമിലേക്ക് ഓടി. സ്ക്രീനിൽ നോക്കിയപ്പോൾ താൻ തന്നെ കഴുത്തിൽ കയറിട്ട് തൂങ്ങിയ നിലയിൽ. അവൻ വിറച്ചു. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം: അവസാന ഫയൽ അടയ്ക്കാം. അവൻ തിരിഞ്ഞു നോക്കി. അവന്റെ മുന്നിൽ ഒരാൾ. മുഖം ചാരപ്പൊടി പോലെ, കണ്ണുകൾ ചുവപ്പ്, കറുത്ത യൂണിഫോം. അത് രാജനായിരുന്നു. 2009 അവിടെ വാച്ച്മാനായിരുന്ന ഒരു പാവം മനുഷ്യൻ. ആ വർഷം അനാഥാശ്രമത്തിലെ ഒരു കൊലപാതക കേസിൽ തെറ്റായ കുറ്റം ചുമത്തി തൂക്കിലേറ്റിയാൾ. അവന്റെ ആത്മാവ് ഇപ്പോഴും അവിടെ വാച്ചന്മാരായി വരുന്ന ഓരോരുത്തരെയും തന്റെ ഫയലിൽ ചേർക്കുകയാണ്. അവൻ സുനിലിനോട് പറഞ്ഞു: സുരക്ഷ കാത്തവർ തന്നെ എനിക്ക് കല്ലറ തന്നു. ഇപ്പോൾ നീയും എനിക്കൊപ്പം വരണം. അയാൾ കയറെടുത്ത് സുനിലിന്റെ കഴുത്തിൽ ചുറ്റി. അയാൾ നിലവിളിക്കുന്നു. അല്പസമയത്തിനു ശേഷം അയാൾ വായുവിൽ തൂങ്ങി നിൽക്കുന്നു, കണ്ണുകൾ പുറത്തേക്കുന്തിയ നിലയിൽ. പിറ്റേന്ന് രാവിലെ സുനിൽ മരിച്ച നിലയിൽ. പക്ഷേ CCTV ദൃശ്യങ്ങളൊന്നും കാണുന്നില്ല. പോലീസുകാർ ഫയലുകൾ പരിശോധിക്കുമ്പോൾ മേശപ്പുറത്ത് ഒരു പുതിയ ഫയൽ. കേസ് നമ്പർ 303/2012 സെക്യൂരിറ്റി സുനിൽ മർഡർ. അതിനടിയിൽ ഒപ്പിട്ടിരിക്കുന്നത് രാജൻ, വാച്ച്മാൻ 2009.